ഫെന്റാസ്റ്റിക് ഫോർ ലോകത്തെ രക്ഷിച്ചു. ഡോക്ടർ ഡൂം തോറ്റു. ലോകം വീണ്ടും സാധാരണ നിലയിലേക്ക് മടങ്ങിയെന്ന് എല്ലാവരും കരുതി. എന്നാൽ ലോകാവസാനത്തിന്റെ മുന്നറിയിപ്പുമായി ഭൂമിയിലേക്ക് ഒരു ദൂതൻ എത്തുന്നു. അവന്റെ പേരാണ് സിൽവർ സഫർ. സിനിമയുടെ തുടക്കത്തിൽ ഭൂമിയിൽ പലയിടത്തും വിചിത്രമായ ചില പ്രതിഭാസങ്ങൾ നടക്കുകയാണ്. കടലുകൾ മരവിക്കുന്നു, വലിയ നഗരങ്ങളിൽ പെട്ടെന്ന് കറണ്ട് പോകുന്നു, ആകാശത്ത് വിചിത്രമായ പ്രകാശം വരുന്നു. ഇതിനൊക്കെ കാരണം സ്പേസിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന ഒരു തിളക്കമാർന്ന ജീവിയാണ്. അതാണ് സിൽവർ സഫർ. ലോകം മുഴുവനും നടക്കുന്ന ഈ വിചിത്രമായ സംഭവങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ ഹോഗറിന് റീഡിന്റെ ആവശ്യമുണ്ട്. ഇതിനായി ഒരു പ്രത്യേക ഡിറ്റക്ടർ ഉണ്ടാക്കണമെന്ന് ഹോഗർ റീഡിനോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ജനറൽ ഹോഗർ കാര്യം പറഞ്ഞ ഉടനെ തന്നെ നമ്മുടെ റീഡ് അതിനെ നിരസിക്കുകയാണ്. ഇതിന് പിന്നിൽ ശക്തമായ ഒരു കാരണമുണ്ട്. നമ്മുടെ റീഡും സൂസനും തമ്മിലുള്ള കല്യാണം ഇതിനു മുമ്പ് പല കാരണങ്ങളാൽ 5-ൽ കൂടുതൽ തവണയാണ് മുടങ്ങിപ്പോയത്. ഓരോ തവണയും എന്തെങ്കിലും ഒരു സൂപ്പർ ഹീറോ ദൗത്യം വരും. റീഡ് ലോകം രക്ഷിക്കാനായി ഓടും. അങ്ങനെ കല്യാണം മാറ്റിവെക്കേണ്ടി വരും. ഇത് കാരണം സൂസൻ വലിയ വിഷമത്തിലും ദേഷ്യത്തിലുമാണ്. പക്ഷേ ജനറൽ അത്ര എളുപ്പം അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. റീഡ് സഹായിച്ചില്ലെങ്കിൽ അത് വലിയൊരു ദുരന്തത്തിന് കാരണമാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ഒടുവിൽ സൂസൻ അറിയാതെ വളരെ രഹസ്യമായി ഈ ഉപകരണം നിർമ്മിക്കാൻ റീഡ് തീരുമാനിക്കുന്നു.